ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം 6:42 കേട്ടോ. ഞാൻ അലാറം വെച്ച് എണീറ്റതാണ്. അപ്പോൾ എന്നെ ഏട്ടനും പോകേണ്ട ദിവസമാണ്. അപ്പോൾ രാവിലെ എന്തെങ്കിലും ആക്കണമല്ലോ, അതുകൊണ്ട് രാവിലെ എണീക്കുക. പിള്ളേർ രണ്ടുപേരും നല്ല ഉറക്കം കേട്ടോ. ഏട്ടൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ലൈറ്റൊന്നും ഇടാതെ തന്നെ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ അമ്മ ആണ്ട് പുറത്തിരുന്നിട്ട് എന്തോ അരിയുന്നുണ്ട്, എല്ലാം ഉള്ളി അരിയുന്നുണ്ട്. ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി അരി കേട്ടോ. പിന്നെ ഞാൻ രാവിലെ വരുമ്പോഴത്തേനും അമ്മ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കും. അരി അടുപ്പിടാനുള്ളതെല്ലാം ആക്കും കേട്ടോ. പിന്നെ ഞാൻ തലേന്നേ എല്ലാം അരിഞ്ഞ് വെക്കാറുണ്ട്. അപ്പം നേരെ അരിഞ്ഞതൊക്കെ എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം കേട്ടോ. ഞാൻ സാമ്പാറിനും മെഴുക്കുവരട്ടിക്കും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനാണെങ്കിൽ കഴുകിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ സാമ്പാറിനുള്ളതൊക്കെ എടുത്ത് കുക്കറിനകത്തിടാം. പരിപ്പൊക്കെ കഴുകിയിട്ട് കുക്കറിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. പരിപ്പൊക്കെ കഴുകി കുക്കറിനകത്ത് ഇട്ടിട്ട് പിന്നെ സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം എടുത്തിടുന്നുണ്ട്. ഞാൻ മെഴുക്കുവരട്ടിക്ക് ചക്കക്കുരു മെഴുക്കുവരട്ടി എടുത്ത് കേട്ടോ. രാവിലെ എൻ്റെ പരുവം കണ്ടില്ലേ, രാവിലെ എണീറ്റ പാടെ വന്നെടുക്കുന്നതല്ലേ. അതെല്ലാം എടുത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഈ സമയത്ത് ഇടുന്നുള്ളൂ. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കും. പിന്നെ നമുക്ക് ചക്കക്കുരു ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വോയിസ് രണ്ടാമത് കൊടുക്കുന്നത് കേട്ടോ. ആദ്യമേ കൊടുത്ത വോയിസ് ഞാൻ തന്നെത്താൻ ഡിലീറ്റ് ആക്കിക്കോളാം. ഞാൻ സ്ട്രെസ് ഉണ്ട് എനിക്ക്. ആ ചക്കക്കുരു ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. ഉപ്പിപ്പോഴും ഇടാൻ പാടില്ല. ഉപ്പിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേവത്തില്ല കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടാൻ പാടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചക്കക്കുരു എളുപ്പം വേവണമെങ്കിൽ ഒന്ന് കുക്കറിനകത്തിട്ട് ഒരു വിസിൽ അടുപ്പിച്ചാൽ അത് കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വേവും. ഇങ്ങനെ നോക്കിയിരിക്കേണ്ട, വേവെന്ന് നോക്കിയിട്ട്. അമ്മയപ്പം അരി ഇടുന്നുണ്ട് കേട്ടോ. സമയത്ത് അരി ഇട്ടു. പിന്നെ അരി എളുപ്പം വേവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. നല്ല കോടയുണ്ട് പുറത്തിപ്പോഴും. പിന്നെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഈ വയനാട്ടിൽ പണ്ടത്തെ ആ തണുപ്പൊന്നും ഇല്ല കേട്ടോ. പറയുന്ന പോലെ വയനാട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ ഉള്ള തണുപ്പൊന്നുമില്ല. എന്നാലും ആ കോടയുടെ ഒരു ചെറിയ തണുപ്പ് അത്രേ ഉള്ളൂ കേട്ടോ. മഴയാണെങ്കിലും ഇവിടെ തണുപ്പൊന്നുമില്ല പഴയ പോലെ. നല്ല രസമുണ്ടല്ലേ രാവിലെ കാണാൻ. അപ്പോഴത്തേന് മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ പോയി ഒന്ന് പിന്നെ ഉറക്കിയിട്ട് കിടത്തിയിട്ട് പിന്നെ ഇറങ്ങി വരും കേട്ടോ. അച്ഛനും മോളെ സുഖമായിട്ട് ഉറങ്ങും. ഞാൻ കരഞ്ഞതുപോലും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ സാധാരണ അവനിങ്ങനെ കരയാറുള്ളതല്ല. ഞാൻ ഉറക്കി കിടത്തിയിട്ട് പോയാൽ പിന്നെ ഏട്ടൻ എണീക്കുന്ന സമയമാകുമ്പോഴേ എണീക്കാറുള്ളായിരുന്നു. ഇന്നിപ്പോൾ എന്ത് പറ്റിയാവോ, എന്തായാലും ഉറങ്ങി. പിന്നെ ഞാൻ പോയിട്ട് നോക്കുക കേട്ടോ. ചക്കപ്പോലും ഇപ്പോഴും വെന്തിട്ടില്ല. ഞാൻ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടോ വെള്ളം തിളച്ചപ്പോൾ. പിന്നെ കുക്കറിലപ്പം തന്നെ വിസിൽ വന്നിട്ടുണ്ട്. അപ്പം കുക്കർ ഇറക്കി ഇട്ടിട്ട് വേണം ബാക്കി വെക്കാൻ. ഞാൻ കുക്കർ കൈയോടെ തന്നെ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ അതെടുത്ത് വെച്ചിട്ട് പിന്നെ ചീനിച്ചട്ടി എടുക്കാൻ പോയതാണ്. ചീനിച്ചട്ടി എടുത്തിട്ട് നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് ചിക്കനേ ഉള്ളൂ, അതുകൊണ്ട് ആ ചീനിച്ചട്ടിയുടെ ആവശ്യമുള്ളൂ. അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അത് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നല്ലപോലെ വഴറ്റണം. അതിൻ്റെ പച്ചമണം മാറുന്ന ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആശാനെ ഒന്ന് മറന്നു പോകരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം. കാരണം വെള്ളം പറ്റിപ്പോയാൽ കഴിഞ്ഞാൽ പിന്നെ ചീനിച്ചട്ടിയുടെ അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ നോക്കണം കേട്ടോ. ഇപ്പോഴും വെന്തിട്ടില്ല. ഞാനിപ്പോൾ വിചാരിച്ചു കുക്കറിലെങ്ങാനും വെച്ചാൽ മതിയായിരുന്നല്ലോ എന്ന്. പക്ഷേ സാമ്പാർ വെച്ചേക്കുന്നത് കുക്കർ ഒഴിഞ്ഞില്ല, അതാ പറ്റിയത്. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഇനി ഉള്ളി ഇടാൻ പോകട്ടോ. സവാള ഇട്ടു. സവാള ഇനി നല്ലപോലെ വഴണം. സവാള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കേട്ടോ. പിന്നെ രാവിലെ ഏട്ടന് പോകുന്നതുകൊണ്ട് ഇപ്പം നല്ല ഹർബറി കേട്ടോ. 8:30 ആകുമ്പോഴത്തേനും പോകണം. അതുകൊണ്ട് രാവിലെ ഹർബറിയാണ്. പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചാറ് വെച്ചിട്ട് എടുക്കും കേട്ടോ. ഏട്ടനെ വിളിച്ചാൽ എടുക്കും. പിന്നെ രാവിലെ അല്ലേ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ സാമ്പാറിൻ്റെ തുറന്ന് നോക്കുക കേട്ടോ. തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഉടച്ച് നോക്കണം. ഒറ്റ വിസിലടിക്കാം കേട്ടോ. അല്ല 2 വിസിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കലങ്ങിപ്പോവും. അത് ഞാൻ തവി എടുത്തിട്ട് കുത്തി നോക്കിയപ്പോൾ അത് ഉടഞ്ഞു. ഒന്നുമില്ല കേട്ടോ. അതിനകത്തോട്ട് പൊടികൾ ചേർത്താൽ മാത്രം മതി. അപ്പോൾ എനിക്കിപ്പോൾ അടുപ്പ് കഴിഞ്ഞിട്ടില്ല. അടുപ്പ് കഴിഞ്ഞിട്ട് വേണം പൊടിയൊക്കെ മുപ്പിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത് വഴറ്റി കൊടുക്കുക. ഉള്ളി വഴറ്റിയിട്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നല്ലപോലെ വഴലുവാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും ചിക്കൻ കറിക്ക്. എനിക്ക് അത്രയും സമയമൊന്നുമില്ല കേട്ടോ. അത്രയും സമയം എടുത്ത് വഴറ്റാണ്. അപ്പോൾ ഞാൻ ഈ സമയത്ത് തന്നെ നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. അതാണ് അമ്മ പുറത്ത് മുറ്റം തൂക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചത് കേട്ടോ. എന്നിട്ട് ഞാൻ അതിനകത്തോട്ട് വെള്ളം കൂടെ ഒഴിച്ച് ചേർത്ത് കൊടുത്തു. പിന്നെ അത് തിളയ്ക്കുക. ഇതിപ്പുറത്ത് നോക്കണം കേട്ടോ, അത് വേവാനായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ചിക്കന്. ഇന്നലെ രാത്രിയായിട്ട് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ഞങ്ങൾ ഇന്നലെ തന്നെ എടുത്ത് വറുത്തിട്ടുണ്ടായിരുന്നു, മോക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ബാക്കി ഞാൻ കണ്ട് അതിനകത്തോട്ട് ഇട്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ സാമ്പാറിൻ്റെ പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി മുളക് പൊടി മാത്രമേ ഉള്ളൂ അതിനകത്ത്. പിന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർക്കും.
പിന്നെ ഞാൻ ഇവിടെ സാമ്പാർ മസാലയൊന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ, സാമ്പാർ പൊടി അമ്മയൊക്കെ ഉപയോഗിക്കും. പക്ഷേ എനിക്കിഷ്ടമല്ല, ഞാൻ കായപ്പൊടി ഉപയോഗിക്കുന്നത്, അല്ലാതെ സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കാറില്ല. കായപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കത്തേ ഉള്ളൂ. സാമ്പാർ എന്നിട്ട് അടുപ്പിലോട്ട് വെച്ചു. ഞാൻ ഈ ചിക്കൻ കറി എടുത്ത് അങ്ങോട്ട് വെച്ചു കേട്ടോ, ചോറ് വെന്തപ്പം. എന്നിട്ട് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുത്തു. അതുകൊണ്ട് ഞാൻ ഇളക്കുന്ന പോലെ കുത്തി ഇളക്കിയൊന്നും ചെയ്യരുത് കേട്ടോ, പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ വെന്തിട്ടില്ല ചിക്കൻ, അതുകൊണ്ട് അത് പൊടിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ദോശയ്ക്ക് വേണ്ടിയിട്ട് പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശ ചുട്ടെടുക്കാം നമുക്ക്. എല്ലാം പെട്ടെന്ന് കേട്ടോ, ഏട്ടന് പോകാനുള്ള സമയമുണ്ട്. എല്ലാം ഞാൻ പെട്ടെന്ന് ആക്കുന്നുണ്ട്. എല്ലാം ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചുകൊണ്ട് അത്രയും എളുപ്പമാക്കാൻ പറ്റിയത് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ പുറത്തോട്ടൊന്ന് പോയെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് അച്ഛനൊന്ന് തെന്നു വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്ലിച്ച് ചവിട്ടിയിട്ട് കുഴപ്പമൊന്നുമില്ല, മുട്ടൊന്നും പൊട്ടിയിട്ടുണ്ട്. ഏട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് മേശപ്പുറത്തോട്ട് വെച്ചു കേട്ടോ. കുഞ്ഞിനെ ചായ ആറ്റിക്കാനും എടുത്തു. പിന്നെ കുഞ്ഞിനെ ഞാൻ ചായ ആറ്റിച്ച് അവൾ കുടിച്ചിട്ട് കപ്പ് തിരിച്ച് തന്നാ കേട്ടോ. അവർ രണ്ടുപേരോട് ഇരുന്ന് കളിക്കുക അവിടെ ഇരുന്നിട്ട്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ മോനെ ഒന്ന് നോക്കാൻ പോയി. മോന് അവിടെ ഉണർന്ന് കളിക്കുന്നുണ്ടായിരുന്ന സമയത്ത് പിന്നെ ഞാൻ എന്താണ്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അവനെ ഒന്ന് നോക്കിയിട്ട് അവനെ ഇങ്ങനെ വിളിക്കുമ്പോൾ അവനിങ്ങനെ കളിക്കും കേട്ടോ. എന്നിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു 8 മണി 8:15 ആയിട്ടേ ഉള്ളൂ കേട്ടോ. ഈ സമയത്ത് ഞാൻ ഒന്നും കഴിക്കാറില്ല, പക്ഷേ എനിക്ക് ചായ കുടിക്കണം രാവിലെ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. ഇപ്പോൾ ഏട്ടൻ പോകാൻ വേണ്ടിയിട്ടെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കഴിച്ചിട്ട് കുളിക്കാനും ഒക്കെ പോയേക്കുക. ഞാനാണെങ്കിൽ കഴിക്കുമ്പോഴത്തേനും ഒരു സമയം കേട്ടോ. ഇനി പിള്ളേർ രണ്ടുപേരും കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് നേരത്തെ അങ്ങ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഏട്ടൻ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവൾ ബഹളം വഴക്കുണ്ടാക്കിയത് കേട്ടോ, അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഏട്ടൻ അങ്ങ് പോയിട്ട്, ഏട്ടൻ അങ്ങ് അപ്പുറത്തെ വീട്ടിലാണ് വണ്ടി ഇടാറ്. നമ്മുടെ ഈ വീട്ടിലോട്ട് വണ്ടി കയറത്തില്ല, അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലാണ് വണ്ടി ഇടുന്നത്. വണ്ടി എടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ ഏട്ടൻ വരുന്നത് നോക്കിയിരിക്കുക. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ട് അച്ഛൻ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെയും കയറി വരും. ഹായ് പടി, ഉമ്മ പറ. എവിടെ പോന്നേ? എവിടെ? അങ്ങോട്ട് പോലെ ബോബുണ്ട്. അപ്പോഴത്തേന് ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ വന്നിട്ട് ടാറ്റ കൊടുക്കുക രണ്ടുപേരും. രണ്ടുപേർക്കും ടാറ്റയൊക്കെ കൊടുത്തിട്ട് താണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇവളെ താഴോട്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ കയറ്റാൻ ഭയങ്കര പാടാണ്. അവൾക്ക് ടാറ്റ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവൾ താഴെ ഇറക്കി കഴിഞ്ഞാൽ കയറ്റുന്ന കാര്യം കുറച്ച് മെനക്കേടുള്ള പണിയാണ് കേട്ടോ. ഇതായിപ്പം കയറി വരുന്നുണ്ട്. അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് രാവിലെ അച്ഛൻ വീണ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു മുട്ട് നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട്, മറ്റേ മുട്ടിലാണെങ്കിൽ ചതവും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 2 മുട്ടുമായി. ഇപ്പോൾ തൊഴിലുറപ്പിന് വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പം പിന്നെ വീണുകൊണ്ട് പിന്നെ ഏട്ടൻ പറഞ്ഞു പോകണ്ടെന്ന്. അപ്പം അച്ഛൻ ഇങ്ങനെ ഇരുന്നിട്ട് തൊഴിലുറപ്പിന് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഇവളാണെങ്കിൽ ഇവൾക്ക് അഭിനയത്തിന് ഓസ്കാർ കൊടുക്കണം കേട്ടോ. അവൾ 50 വയസ്സ് കൊടുത്താൽ അവൾ 1000 രൂപയുടെ അഭിനയിക്കും. എന്നിട്ട് വീഴുന്ന പോലെ കാണിച്ചിട്ട് എന്നെ വിളിക്കും കേട്ടോ, പിടിക്കാൻ വേണ്ടിയിട്ട്. അവൾ അഭിനയിക്കും അവിടെ ഇരുന്നിട്ട്. പിച്ചോ അമ്മയുടെ കൈ പിച്ചോ, അമ്മയുടെ കൈ പിച്ചാത്തുമാ. പിച്ചു ഓടി വായോ. ഓ ഓ എൽബ വായോ. വാ എണീക്ക്, അമ്മ കൈപ്പിച്ച്. ഇനി കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കും കേട്ടോ. കുറച്ച് നേരം കളിക്കും. പിന്നെ ഇവളുടെ സ്വഭാവം എപ്പോഴാണ് മാറുന്നതെന്ന് അറിയത്തില്ല. ചെറുക്കന് ചിലപ്പോൾ മേല് നോവിക്കും. അപ്പം നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. നോക്കിയിരുന്ന ഇരിപ്പിലാണ് അവൾ മേല് നോവിക്കുന്നത്. ഞാൻ നേരത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്, അവൾ എപ്പോഴാണ് നാഗവല്ലി ആകാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അതിനിടയ്ക്ക് ഞാൻ കഴിച്ചു കേട്ടോ, മൂക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും കാണിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ അവനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാം. അവനിപ്പം ഞാൻ ബാത്റൂമിൽ തന്നെ കുളിപ്പിക്കാറ് കേട്ടോ. മഴ തുടങ്ങിയ പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ വന്ന സമയത്ത് മുതൽ മഴയായിരുന്നു. അപ്പം ഞാൻ ബാത്റൂമിൽ എല്ലാവരും കയറുന്നതിന് മുമ്പ് ഞാൻ ബാത്റൂമിൽ അവനെ കുളിപ്പിക്കും. പിന്നെ ഇവിടെ 2 ബാത്റൂം ഉള്ളതുകൊണ്ട് സീനില്ല. പിന്നെ ഞാൻ ഇവനെ ഈ ഉരുക്ക് വെളിച്ചെണ്ണ കേട്ടോ തേക്കുന്നത്. ഇവനല്ല, അവൾക്കും അത് തന്നെ തേക്കുന്നത്. മോൾക്ക് മുതലേ അത് തന്നെയായിരുന്നു തേച്ച് തുടങ്ങിയത്. പിന്നെ ഇവൻ്റെ ദേഹത്തെല്ലാം തേച്ചിട്ട് പിന്നെ ഞാൻ ചൂടുവെള്ളം ഒന്നും ചെറിയൊരു ചൂട് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ, കുളിപ്പിച്ചെടുക്കും. പിന്നെ അവനെ ഉറക്കി കിടത്തി. പിന്നെ അവിടെ എനിക്ക് ഇഷ്ടം പോലെ തുണി കഴുകാനുണ്ട്. ഈ കുഞ്ഞിന് ഈ വെള്ളത്തുണി ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് കാണും കേട്ടോ എല്ലാ ദിവസവും അലക്കാൻ. പിന്നെ മാങ്ങ തിന്നുന്നു.
മോളാണെങ്കിൽ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. പൂച്ചയുടെ മേളിൽ കളിച്ചുകൊണ്ടിരിക്കുക. ആ പൂച്ച എവിടെ ഉണ്ടോ അവൾ അതിൻ്റെ പുറകെ അവിടെ തന്നെ കാണും. അതുകൊണ്ട് അമ്മയാണെങ്കിൽ അപ്പുറത്ത് ഈ കാടിനകത്തൂടെ കയറിപ്പോയത് കേട്ടോ. അത് നമ്മുടെ അയ്യോ അല്ല, അപ്പുറത്തെ അറിയാം, നമ്മുടെ അല്ല കേട്ടോ. അപ്പോൾ അമ്മ അതിൽ എടുക്കാൻ വേണ്ടിയാണ് പോയത്. 2 കൊക്ക അവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അത് പറിക്കാൻ വേണ്ടി പോയിട്ട് അവൾക്ക് കൊണ്ട് കൊടുത്തേ കേട്ടോ. അവൾ അതിനെ കളിക്കുക. പിന്നെ ഇപ്പം ഞാൻ പൊട്ടിച്ചൊന്നുമില്ല കേട്ടോ. ഇവളുടെ മുമ്പ് വെച്ചിട്ട് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇവൾക്ക് കൊടുക്കാൻ എനിക്ക് പേടി, തൊണ്ടയിലെങ്ങനെ കുരുങ്ങിയാലോന്ന് വിചാരിച്ചിട്ട് അതേപോലെ ഞാൻ എടുത്തിട്ട് അവിടെ വെച്ചു. അവളാണെങ്കിൽ വാവയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു കുറേ നേരം. ഇതാ ഞങ്ങൾ കുളിച്ചിട്ടോ. കുളിച്ച് ഞങ്ങൾ ശുണ്ടരി പൊട്ടൊക്കെ തൊട്ടു, ബേബിക്കും പൊട്ട് തൊട്ട് കൊടുത്ത കേട്ടോ ആ സമയത്ത് തന്നെ. പിന്നെ അവൾക്ക് ഞാൻ ഇച്ചിരി മുന്തിരിങ്ങ എടുത്ത് കൊടുത്തു, മുന്തിരിങ്ങ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് കളിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തന്നെ ഞാൻ എൻ്റെ കുളിയും കഴിഞ്ഞിട്ട് തുണി അലക്കിയിട്ട് വന്നു. കാലിയായി. ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചോറൊക്കെ കൊടുത്തിട്ട് ഉറക്കാൻ കിടത്തുക പിള്ളേരെ 2 പേരെ. അവനെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. പിന്നെ അവൾ നല്ല കൂക്കു കളിക്കുക. ആ കട്ടൻ്റെ പുറകെ ഒളിച്ചിരുന്നിട്ട് ഞങ്ങൾ 2 പേരുടെ കിടന്നു. ഇപ്പം ഞാൻ ആ കിടന്നുകൊണ്ട് അവരെ ഉറക്കിയിട്ടാണ് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.